ഹായ് ഫ്രണ്ട്സ്, എവരും കാത്തിരുന്ന UPSC എക്സാം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. എക്സാമിനെക്കുറിച്ച് പറയുമ്പോൾ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സൈക്കോളജി, മാത്സ് മാറ്റി നിർത്തിയാൽ സൈക്കോളജിയും മാത്സും അല്പം ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും ബാക്കി എക്സാം GK സെക്ഷൻ ആയിക്കോട്ടെ, ഫിസിക്സ്, കെമിസ്ട്രി സെക്ഷൻ ആയിക്കോട്ടെ നല്ല രീതിയിൽ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കുന്ന ഒരു പേപ്പറാണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് സാധ്യത ഉയരും എന്ന് തന്നെ നിശ്ചയം പറയാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, LP അപേക്ഷിച്ച് UP എക്സാം നിയമന രീതി കുറവാണ്. അതിൽ മറ്റൊരു സാധ്യത കൂടി പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമനം നിങ്ങൾ എടുത്തു പോകുമ്പോൾ ആ ലിസ്റ്റ് തന്നെ നോക്കിയാൽ തന്നെ കൂടുതലും പുതിയ കുട്ടികളാണ്. അതായത് ഒരുപാട് പ്രാവശ്യം ഒരു 2-3 വർഷക്കാലമൊന്നും പഠിക്കാത്ത ഉദ്യോഗാർത്ഥികൾ, അതായത് ഒരു വർഷം കൊണ്ട് പഠിച്ച ഉദ്യോഗാർത്ഥികൾ കയറിപ്പോയിട്ടുണ്ട്. അതുപോലെയുള്ളൊരു നിയമനം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം ഇപ്രാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികളുണ്ട്. കാരണം 2-3 വർഷം വരെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് സാധ്യത ഉയരും. ഞാൻ പറയുന്നു, ഒരു 72 മുകളിൽ വരെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വാങ്ങിയിട്ടുണ്ടാവാം. 72-നും 76-നും ഇടയിലായിരിക്കാം ഈ ഒരു എക്സാമിൻ്റെ ഒരു കട്ട് ഓഫ്. നിശ്ചയിച്ച് പറയുകയല്ല, എന്നാലൊരു സാധ്യതയാണ് പറയുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു എക്സാം പാറ്റേൺ, എക്സാം നിലവാരം വെച്ച് നോക്കുമ്പോൾ അധികം ഉദ്യോഗാർത്ഥികൾക്കും ഒരു ഏവറേജ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഒരു ടഫ് എന്ന നിലയിൽ ആരും തന്നെ പറയുന്നതും കേട്ടിട്ടില്ല. എന്തായാലും ഒരു 72-നും 76-നും ഇടയിലുള്ള ഒരു കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓരോ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള കട്ട് ഓഫ് മാറും, അങ്ങടെ മാറും. എന്നാലും ഒരു 72-നും 76-നും ഇടയിലുള്ള ഒരു കട്ട് ഓഫ് സാധ്യത പ്രതീക്ഷിച്ചേ പറ്റൂ. UP എക്സാമാണ്, നിങ്ങൾക്കറിയാം, നിയമനം കുറവാണ്. LP അപേക്ഷിച്ച് നിയമനം എത്രയോ കുറവാണ്. കോമ്പറ്റീഷൻ ഒരുപാട് കൂടുതലാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും. നിങ്ങളാരും നിരുത്സാഹപ്പെടുത്തുകയല്ല, ഇതിൻ്റെ ഒരു ട്രൂ ആണ്, സത്യമാണ് പറയുന്നത്. എന്നാൽ എല്ലാവരും കീ നോക്കിയിട്ട് ഒരു 72-നൊക്കെ എബവ് വാങ്ങിയ ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായും ആശ്വസിക്കാമെന്നല്ല, ഒരു ലിസ്റ്റിൽ വരാനുള്ള സാധ്യതയുണ്ട്. ജോലി കിട്ടുക എന്നുള്ളത് അടുത്തൊരു ഘട്ടമാണ്. എന്നാലും എത്ര മാർക്ക് ഉണ്ടെന്ന് വ്യക്തമായിട്ട് തന്നെ നോക്കുക. എന്നിട്ട് നാളെയോ മറ്റന്നാളോ പ്രൊവിഷണൽ വരും. പ്രൊവിഷണൽ വന്നതിന് ശേഷവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഡിലീഷൻ വരുമ്പോൾ ഒരുപാട് പേര് ഡൗൺ ആവും, താഴേക്ക് ഇറങ്ങി വരും മാർക്ക് വെച്ചിട്ട്. എന്നാലും അതിലൊരു 72-ന് മുകളിൽ, 72-നും 76-നും ഇടയിലൊക്കെ ഈ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നോക്കുക. ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ, അതായത് ഓരോ ജില്ലയിലും നടന്ന നിയമന രീതി, എത്രത്തോളം വരെ ഇതുവരെ നിയമനം നടന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളുമായി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.